ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കളും ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മളെല്ലാം ഒരു സത്യം അന്വേഷിക്കാൻ ദുരയുള്ളവരാണ്. സാഹചര്യം കുറവാണ്. പക്ഷേ ഇത് ഗുരു പറഞ്ഞതുപോലെ നമ്മുടെ വീട് തുറക്കാൻ ഒരു ചാവി വേണം. ആ ചാവി കറക്റ്റായാൽ മാത്രമേ നമ്മുടെ വീട് തുറന്ന് അകത്ത് പ്രവേശിക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞ പോലെ എന്നെ ഞാൻ തുറന്ന് കാണണമെങ്കിൽ, എൻ്റെ വീട്ടിലേക്ക് ആനന്ദം കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് തലത്തിലും ആ ഐക്യം വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ അനുഗ്രഹം വരണമെങ്കിൽ ഇണ്ടല് മാറണം, സംശയം മാറണം. ഇവിടെ ഉടലെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് പുറത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം എല്ലാം കാണുന്നത്. ഇതൊരു മോഹന വസ്തുക്കളാണ്. എന്തും വിലപിടിപ്പുള്ളതാണ്. ഈ കാണുന്ന എല്ലാം സ്വർണം വിലപിടിപ്പുള്ളതാണ്. ശ്വസിക്കുന്ന വായു വരെ ഉള്ളതാണ്. കഴിക്കുന്ന അന്നം വിലയുള്ള. പക്ഷേ ഇതിൻ്റെ ഒന്നും വിലയൊന്നും കഴിക്കുന്നവർ അറിയില്ല. പക്ഷെ ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്താണ്? ഞാൻ അന്വേഷിക്കേണ്ട സത്യം എന്താണ്? ആ അറിയാത്ത ആ അമൃത് ആത്മീയതയിൽ കൂടി മാത്രമേ കിട്ടൂ. ആത്മീയത എന്ന് പറയുമ്പോൾ രണ്ട് തരം ആത്മീയതയുണ്ട്. ഈ കാണുന്ന സമ്പത്തുകൾ കൈക്കലാക്കാൻ വേണ്ടി ഉള്ള ആത്മീയതയുണ്ട്. മറ്റൊരാളുടെ നിന്ന് എങ്ങനെ തട്ടിപ്പറിക്കാം. ഇതല്ല. നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാവരും അമൂല്യമാണല്ലോ. 3 രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. തേങ്ങ എന്ന് പറയാറുണ്ട്. തൊണ്ടോട് കൂടിയിരിക്കുന്നത് തേങ്ങയാണ്. അടുത്ത് ആ തൊണ്ട് കളഞ്ഞിട്ട് ചിരട്ടയോട് കൂടിയിരിക്കുന്നത് തേങ്ങയാണ്. ആ ചിരട്ടയും കളഞ്ഞിട്ട് പരിപ്പ് മാത്രം എടുത്തു വെച്ചാലും തേങ്ങയാണ്. ഇതിനെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്താൽ ഈ തൊണ്ടോട് കൂടിയിരിക്കുന്ന തേങ്ങയ്ക്ക് തേങ്ങയുടെ വില അറിയില്ല. ചിരട്ടയോട് കൂടിയിരിക്കുന്ന തേങ്ങയ്ക്ക് അതിൻ്റെ അകത്തെ പരിപ്പിനെ പറഞ്ഞു കൊടുക്കണം. പരിപ്പായിട്ടിരിക്കുന്നത് പെട്ടെന്നൊരാളിന് ഉപയോഗത്തിലെടുക്കാം. എന്ന് പറഞ്ഞാൽ തമോ ഗുണ, രജോ ഗുണ, സത്വ ഗുണം പോലെ നമ്മൾ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു താക്കോലാണ് ഗുരു. ആ ഗുരുത്വം തെളിയുവാൻ ഗുരുതത്വം നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതാദ്യം അന്യമായിട്ട് തോന്നും. അതായത് ആനന്ദം ആണ് എല്ലാവരുടെ, സച്ചിദാനന്ദ പൊരുളാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അതാദ്യം നമ്മൾ ഇത് വിശാലമായിട്ട് കിടക്കുന്നു, എവിടെയാണ്, എന്താണ്, ഇതെങ്ങനെയാണ് ഉണർത്തിയെടുക്കാനുള്ള ഇതൊന്നും ആർക്കും അറിയില്ല. ഈ കണ്ണുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല. ചില സമയത്ത് കാണാം, അമ്മയെ കാണാൻ പറ്റില്ല, ജീവിതം കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അന്തരാത്മാവിൽ മാറാല അല്ലെങ്കിൽ നിരാശ, വിഷാദം, കാമം, ക്രോധം, മോഹം, ഇങ്ങനെ അനവധി മാലിന്യം കൊണ്ട് നമ്മുടെ അഹംകണ്ണ് അടഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കാണേണ്ട, ആത്മഹത്യ ചെയ്ത് കളയാം എന്നൊക്കെ തോന്നാം. അവിടെയാണ് ഒരു ശരിയായ സത്യാന്വേഷണം.
ഈ ശരിയായ സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ അരൂപമായ ഈശ്വരൻ്റെ പ്രതിരൂപമായ നേരിട്ട് വരുന്ന യോഗമുള്ളവർക്ക്, യോഗമില്ലാത്തവർക്ക് വരാൻ പറ്റില്ല, ഒരു അത്ഭുത ഒരു വഴികാട്ടിയാണ് ഒരു ഗുരു. ആ ഗുരുവിനെ കിട്ടിയാൽ സ്വീകരിക്കണമെങ്കിൽ താഴണം. അഹങ്കാരം പെട്ടെന്ന് ഓംകാരത്തെ ഇഷ്ടപ്പെടില്ല, വെളിച്ചത്തെ ഇഷ്ടപ്പെടില്ല, വെളിച്ചം ഇരുട്ടിനെ ഇഷ്ടപ്പെടില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, വേണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാം. അപ്പം 3 ഘടകങ്ങൾ. ആദ്യം പഠിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുക. അത് ഈ അറിഞ്ഞൂടാത്ത ഈ പാത്രത്തിൽ അല്ലെങ്കിൽ ഈ മസ്തകത്തിലേക്ക് ഹസ്തകരൂപേണ വരുന്ന ഗുരുവിനെ സ്വീകരിച്ച് ആ പ്രപഞ്ചമാകുന്ന പുസ്തകത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നാൽ ഇത് 3 ഒന്നാകുമ്പോഴേ യോഗമാവും. ഇതിന് ഗുരുനാഥൻ പറഞ്ഞതുപോലെ അതിൽ വെളിച്ചമുണ്ടായിരിക്കണം. 3ാമത്തെ നമ്മുടെ ബന്ധുവാണ് മാതാപിതാക്കൾ. ഏതായാലും ഏത് ജീവജാലങ്ങൾക്കും മാതാപിതാക്കളുണ്ട്. അവരെ പോലും കാണിച്ചു തരണമെങ്കിൽ നമ്മുടെ ഗുരുത്വം തെളിയണം. ഗുരുത്വം തെളിയണമെങ്കിൽ ഗുരു പറഞ്ഞു തരണം. ആ ഗുരു ആണ് അഹംകണ്ണ് തുറപ്പിക്കുന്നത്. നമുക്ക് 3 കണ്ണുണ്ട്. ഒരു കണ്ണ് നമ്മളെ ഈ നഗ്നമായ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുവെങ്കിലും ഓരോ വ്യക്തികൾക്ക് ഓരോ തരം കാഴ്ചപ്പാടാണ്, ഓരോ തരം വാസനയായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലർക്ക് ജന്മജന്മാന്തര കർമ്മഫലമനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് അവർ ഈ ഉപദ്രവശീലം പെട്ടെന്ന് മാറിയില്ല. കിട്ടിയ ശക്തിയും ചൈതന്യവും ഇതെല്ലാം ദുരുപയോഗം ചെയ്യാനേ തമോ ഗുണത്തിലുള്ള ഒരാളിന് അതിനെ അസുര ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ. അതിൽ നിന്ന് അല്പം കൂടെ പുരോഗമനം വരുമ്പോഴാണ് ഇവൻ മനുഷ്യത്വത്തിന് മൂല്യം കൽപ്പിക്കുന്നത്. അതിൻ്റെ മേളിലെത്തുമ്പോഴാണ് ദൈവത്വം കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ദേഹത്തിനകത്ത് ഒരു ദേഹി ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ദേഹിയിൽ ആ പരമാത്മാവിൻ്റെ വെളിച്ചം തട്ടുന്നവർക്കാണ് ഇവിടെ ഒരു വിദ്യയും പഠിച്ചിട്ടില്ലാത്ത. എൻ്റെ അറിവിൽ ജ്ഞാനിയായ ഒരുപാട് ഗുരുപരമ്പരയ്ക്ക് ഭൗതിക വിദ്യാഭ്യാസം കുറവാണെന്നാണ്. ഈ ഉള്ളവനും വിദ്യാഭ്യാസം കുറവാണ്. അമൃതാനന്ദമയ്യാലും അത് അവരുടെ ജന്മനിയോഗമാണ്. നമ്മുടെ രമണ മഹർഷി, ക്രിസ്തുദേവൻ, ഇവരൊന്നും വലിയ ഭൗതിക വിദ്യാഭ്യാസം അല്ല. ദൈവം കൊടുത്ത, പടച്ച തൻപുരാൻ കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മെ നാം ആക്കി നിർത്തിയിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതിൻ്റെ ഗുരു എന്ന് പറയണത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ട്രെയിനുണ്ട്. നമ്മൾ ട്രെയിനിനെ കാണുന്നുണ്ട്. അതിനകത്ത് അനേക കോടി ആൾക്കാരെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ഒരു ട്രെയിനാണ്. അത് ഓട്ടിക്കുന്നൊരു ഡ്രൈവറുണ്ട്. അതെവിടെ ഇരിക്കുന്നു? അപ്പോൾ അതിരിക്കുന്ന സ്ഥലം നമ്മൾക്ക് കണ്ടെത്തിയേ പറ്റൂ. ഇവിടെ വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളെ ഉള്ളിലെ ശുദ്ധതയാണ്. ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് അത് ഇവിടെ ഇരിക്കുന്ന ആളിൻ്റെ ശുദ്ധതയാണ്. ഇതെല്ലാം കൊടുക്കൽ വാങ്ങലാണ്. കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഈ പ്രാരബ്ധം അക്ഷരം അങ്ങോട്ട് വിളമ്പി
അതെ, അങ്ങനെയാണ് നമ്മൾ ഈ പൈതൃകം ഇങ്ങനെ ജീവജാലങ്ങളുണ്ടായ കാലം മുതൽ അറിവ് അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തു വരുമ്പോഴാണ് അറിവിൽ നിന്ന് തിരിച്ചറിവുണ്ടാവും. അറിവിൽ നിന്ന് തിരിച്ചറിവുണ്ടാവും. തിരിച്ചറിവിൽ നിന്ന് ആനന്ദം ഉണ്ടാവും. അപ്പോൾ അറിഞ്ഞൂടാത്ത രഹസ്യം നമ്മൾ അറിഞ്ഞൂടാ എങ്കിൽ എവിടെ ചെന്നാലും നമ്മൾക്ക് പരാജയമാണ്, ഉറപ്പാണ്. പക്ഷെ രാത്രിയായാലും പകലായാലും ഏത് കാര്യത്തിനും നമ്മുടേതായ സകലകല വല്ലഭൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ എവിടെന്നെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഇതെല്ലാം അത് ജീവിതത്തിൽ പകർത്തിയെടുത്തു വരുമ്പോൾ ആ സ്ഥലകാല ബോധമനുസരിച്ച് അറിവ് തിരിച്ചറിവായിട്ട് നമ്മുടെ അകത്ത് തന്നെ പ്രവർത്തിക്കും.